أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله رب العالمين. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ഒന്നാം പാഠം തന്നെ ബിർറുൽ വാലിദൈൻ. അറിയില്ലേ? ബിർറുൽ വാലിദൈൻ അറിയില്ലേ? എന്താണ്? മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. മദ്രസന്ന് പഠിക്കുമെന്നെ പഠിച്ചുകൊണ്ട് വന്ന പാടല്ലേ അല്ലേ? ബിർറുൽ വാലിദൈൻ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. وعن ابن مسعود رضي الله عنه قال سألت النبي صلى الله عليه وسلم أي الأعمال أحب إلى الله قال الصلاة على وقتها قلت ثم أي قال بر الوالدين قلت ثم أي قال الجهاد في سبيل الله متفق عليه. ബഹുമാനപ്പെട്ട മസ്ഊദ് റളിയല്ലാഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് കാല അദ്ദേഹം പറയുകയാണ്, സഅൽതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ചോദിച്ചു, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് നബിയേ? അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് നബിയേ എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. ഖാല അസമീഅത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അസ്സലാത്തു അലാ വഖതിഹാ, അഞ്ച് നേരത്തിന്റെ നിസ്കാരം അതാത് സമയത്ത് നിസ്കരിക്കുക. അത് പള്ളിയിലായാൽ മാത്രമല്ല, ഒരലായാലും പുറത്തു പോയാലും ഏത് സ്ഥലത്തുണ്ടായാലും പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വാങ്ങി വെക്കുമ്പോ അതേ സമയത്ത് തന്നെ അവ്വൽ വഖത്തിൽ തന്നെ, അവ്വൽ വഖ്ത് എന്ന് പറയുമ്പോഴാണ് അവ്വൽ വഖ്ത് എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോൾ നമ്മൾ സാധാരണ പള്ളികളിൽ നിസ്കരിക്കുന്ന നിസ്കാരം എങ്ങനെ ബാങ്ക് കൊടുത്ത് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഇത് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലുള്ള സമയമാണ് അവ്വൽ വഖ്ത്. അത് കഴിഞ്ഞാൽ അവ്വൽ വഖ്ത് പോകും. അപ്പൊ അതാണ് സമയത്ത് അവ്വൽ വഖ്ത് തന്നെ നിസ്കരിക്കുക. അതാണ് അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ. ഞാൻ ചോദിച്ചു, പിന്നെ ഏതാണ് നബി? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബിർറുൽ വാലിദൈൻ. ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. അവരെ വേദനിപ്പിക്കരുത്, അവരെ നൊമ്പലാക്കരുത്, അവരെ ബേജാറാക്കരുത്, അവരെ ചെയ്യുന്ന വാക്കുപോലും വിളിക്കരുത്. അല്ലേ? ആ ഭാഗത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അത്രത്തോളം. കാരണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മാന്റെ കാലിനടിയിലാണ് സ്വർഗമുള്ളത്. അല്ലേ? നോക്കിയാൽ കിട്ടുമോ? കാണുമോ? പിന്നെ എങ്ങനെ സ്വർഗം എളുപ്പത്തിൽ കിട്ടുമോ? ഇല്ല. ഉമ്മാനെ ആ നിലയ്ക്ക് സ്നേഹിക്കണം, ഉമ്മാനെ ആ നിലയ്ക്ക് ബഹുമാനിക്കണം, ബാപ്പയെ ആ നിലയ്ക്ക് ആദരിക്കണം, അവർ പറഞ്ഞതുപോലെ കഴിയണം. മോനെ ഒരു പുരയ്ക്കോ എന്ന് പറഞ്ഞാലോ മുഖം ധരിക്കുന്നവരല്ല നമ്മള്. അങ്ങനെയുള്ള മക്കളാവാൻ പാടില്ല. ഇല്ല, മോനെ പഠിക്കണം, നീ ഇന്ന് വരണ്ട, നീ നാളെ വന്നാൽ മതി പറയുമ്പോ ഇല്ല, ഞാൻ ഇന്ന് തന്നെ വരുന്നത്, നീ വിളിക്കണോ, നിങ്ങൾ വിളിക്കണോന്നാ അല്ലേ ഉസ്താദുമാരെ വിളിച്ച് പറയേ? അങ്ങനെയില്ല. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാം, അവരെ വേണ്ടതുപോലെ നോക്കാം, എങ്കിലാണ് ഉമ്മാന്റെ സ്വർഗാനടിയിലുള്ള സ്വർഗം നമുക്ക് കിട്ടും. പിന്നെയോ പിന്നെ
എന്തിനാണ് നബിയെ ഖാല അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുക. ഈ ഇൽമും യുദ്ധത്തിൽപ്പെട്ടതാണ് അല്ലേ? മദീനയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, ഓ നബിയേ, എല്ലാ ആളുകളും യുദ്ധത്തിന് പുറപ്പെട്ടാൽ ഇവിടെ ബാക്കി ഉണ്ടാവില്ല പരിശുദ്ധ ദീന പ്രചരിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ മദീനയിൽ നിന്നും കൊണ്ട് പഠിക്കണമെന്ന് പറയുകയും അങ്ങനെ ഒരു കൂട്ടം സുഫത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ തുടർന്ന് വന്ന ദർസ് പാരമ്പര്യമാണ്, ഇൽമു പഠിക്കുന്ന പാരമ്പര്യമാണ് ഇന്നും നിലനിൽക്കുന്നത്. അതിരിക്കും നമുക്ക് പ്രതിഫലം കിട്ടുന്നത് അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്തതിന്റെ പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള എന്റെ വിദ്യാർത്ഥികൾ നല്ലതുപോലെ പഠിക്കുകയും ഓരോ ഹദീസുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് വെറും പഠിക്കൽ മാത്രമല്ല അല്ലെ, പഠിക്കൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ പിന്നെ മാതൃകയായി അങ്ങനെ തന്നെ ജീവിക്കുകയും ചെയ്താൽ തീർച്ചയായും നമുക്ക് രക്ഷപ്പെടാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത് ബാച്ചിന്റെ പഠനരംഗമാണ് ഇവിടെ കുറിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാരമ്പര്യത്തിന്റെ ആളുകളാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് സമാരംഭം കുറിച്ചിട്ടുള്ള ആ ഒരു ചെറിയുടെ ആ ഒരു താവഴിയുടെ ആളുകളാണ്. ഈ കാലത്തും അതേ പാരമ്പര്യത്തോടൊപ്പം നിലനിൽക്കുന്ന സമയത്ത് ആധുനികതയെ കൂടെ കൂട്ടി കാലത്തിനനുസരിച്ചുള്ള ഒരു പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന സംവിധാനമാണ് ഈ സംവിധാനം. നമുക്കറിയാം, ഓരോ കാലത്തും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമിയിലെ ആളുകൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ ഓരോ കാലത്തിനനുസരിച്ച് കൃത്യമായി പ്രവാചകന്മാരെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന കാര്യം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്ത മുഅ്ജിസത്തല്ല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തിട്ടുള്ളത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തിട്ടുള്ള മുഅ്ജിസത്തല്ല പിന്നീട് വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാലത്തിനനുസരിച്ചും പ്രവാചകന്മാർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കാലത്തിന് എന്താണ് ആവശ്യം, ആ ആവശ്യത്തിനനുസരിച്ചുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചകന്മാരെ നിയോഗിച്ചതും അവർക്ക് നൽകിയിട്ടുള്ളതും. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഈ ഉമ്മത്തിന് വഴികാണിക്കുന്നത് പണ്ഡിതന്മാരാണ്. അവിടുത്തെ അനന്തരാവകാശികൾ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഓരോ കാലത്തിനും കൃത്യമായ ആ കാലത്തിനനുസൃതമായിട്ടുള്ള ആ കാലത്തിന് ഒത്തിട്ടുള്ള രീതിയും അവലംബവും അത്യാവശ്യമാണ്. അവിടെയാണ് അതേ പാരമ്പര്യ വഴിയിൽ നിന്നുകൊണ്ട് തന്നെ ആധുനികതയെ കൂടി കൂട്ടുപിടിക്കുമ്പോഴാണ് വാഫി വഫിയ സംവിധാനം പ്രസക്തമാകുന്നത്. ഇത് യഥാർത്ഥത്തിൽ വാഫി സംവിധാനം എന്നത് ഇസ്ലാമിക സേവനരംഗത്തോട് വലിയ കാൽവെപ്പാണ്. ഇവിടെ ഭൗതിക വിദ്യാഭ്യാസത്തെ നമ്മൾ അവഗണിക്കുന്നില്ല, എന്നാൽ ദീനീയ വിദ്യാഭ്യാസം അനിവാര്യമാണ് എന്നൊരു ബോധ്യപ്പെടുത്തലാണ്. നമ്മുടെ നാട്ടിലെ സാഹചര്യം അനുസരിച്ച് ആവശ്യത്തിന് മാത്രം ഒരല്പം സാഹചര്യങ്ങൾക്ക് അനുസൃതമായ ഒരല്പം ദീനീയ വിദ്യാഭ്യാസം അങ്ങനെയല്ല, മറിച്ച് ധാർമ്മിക വിദ്യാഭ്യാസം എന്നത്
ഒരു സംവിധാനമായി പഠിപ്പിക്കപ്പെടേണ്ടതാണ്. ധാർമ്മിക വിദ്യാഭ്യാസം എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവോളം ആവാഹിച്ചെടുക്കേണ്ടതാണ്. ധാർമ്മിക വിദ്യാഭ്യാസം മഹാനായ തടവുസ്താദ് പാടിയതുപോലെ ഭൗതിക വിദ്യ വാഹനം കൊള്ളാമല്ലോ, ആത്മീക വിദ്യയാണ് അതിന്റെ പ്രിയങ്ങളും. ഭൗതിക വിദ്യ നമുക്ക് ആവശ്യമാണ്. ഈ ഭൂമിയിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ഒരു വ്യവസ്ഥാപിതമായും ദീനീ വിദ്യാഭ്യാസം പഠിപ്പിക്കപ്പെടുന്ന ഒരു സമ്പ്രദായമാണ് വാഫി സംവിധാനം എന്നത്. ഈ കൊറോണയുടെ കാലത്തും ഈ സംവിധാനത്തിന്റെ പ്രസക്തി വർദ്ധിച്ചു എന്നതിന്റെ ഒരു വലിയ അടയാളമാണ് ഈ കൊറോണയുടെ കാലത്തും. മറ്റു പല സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം, മറ്റു പല സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പാഠ്യ പദ്ധതികളെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഷോർട്ടേജ് വന്നപ്പോൾ, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കുറവ് വന്നപ്പോൾ ഈ സംവിധാനത്തിൽ ഇപ്പോഴും ഒരു ഒഴുക്ക് തന്നെയാണ്, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒഴുക്ക് തന്നെയാണ് എന്നത് ഈ കൊറോണ കാലത്ത് നടന്ന ഇതിന്റെ എൻട്രൻസ് എക്സാമും ഇതിന്റെ മറ്റു കാര്യങ്ങളും ഒക്കെ തെളിയിക്കുന്നു. സാന്ദർഭികമായി പറയുന്നു, ഇവിടെ ഇരിക്കുന്നത് ഏകദേശം ഒക്കെ കർണാടകയിലുള്ള രക്ഷിതാക്കളും അതുപോലെ തന്നെ പകുതിയെങ്കിലും കർണാടകയിലുള്ള രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമാണ്. നമ്മുടെ ഈ സംവിധാനത്തെ കുറിച്ച് നിങ്ങൾ ഈ സംവിധാനത്തിന്റെ ഭാഗമാവാനും കുടുംബമാവാനും ഈ കർണാടകയിൽ നിങ്ങൾ ഈ സംവിധാനത്തെ കുറിച്ച് പ്രചരിപ്പിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ആളുകളെ സംവിധാനത്തെ കുറിച്ച് അറിയേണ്ടതുണ്ട്. കാലത്തിനനുസരിച്ച് മതവും അതോടൊപ്പം ഭൗതികവും പഠിക്കാൻ കഴിയുന്ന ഈ വലിയ സമ്പ്രദായത്തെ ഈ ഭാഗത്തു കൂടി ആളുകൾ നല്ലതുപോലെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആളുകൾ അറിയട്ടെ. അറിയാത്തതിന്റെ പുറത്ത് 2 വർഷം കഴിഞ്ഞ് ഇങ്ങനൊരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും പോകാമായിരുന്നല്ലോ എന്ന് പറയുന്ന സങ്കടം ഒരിക്കലും ഉണ്ടാവരുത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാവരും അറിയട്ടെ, അവരറിഞ്ഞ് താല്പര്യമുണ്ടെങ്കിൽ സംവിധാനത്തിലേക്ക് വരട്ടെ എന്നൊരു സന്ദേശം നിങ്ങൾക്ക് ഈ സമയത്ത് സാന്ദർഭികമായി നൽകുകയാണ്. അതോടൊപ്പം ഇന്ന് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് പഠിക്കാനാണ്. പഠനാരംഭമാണ് ഇവിടെ കുറിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് പറയുന്നത് ഒരു വലിയ അമല് തുടങ്ങിയിരിക്കുകയാണ്, ഒരു വലിയ പണി തുടങ്ങിയിരിക്കുകയാണ്. പഠനം എന്നത് ഒരു വലിയൊരു കാര്യമാണ്. കേവലം നേരത്തെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ എല്ലാം ഒത്തിറങ്ങി ഒരു വലിയ സംവിധാനത്തിലേക്ക് കയറി നിന്നു. ഇനി രാത്രി കിടന്നുറങ്ങി രാവിലെ ആകുമ്പോഴേക്ക് ഒരു വാഫിയായി ഒരു വലിയ പണ്ഡിതനായി എന്നത് ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നത് അത് അസംഭവ്യമാണ്, ഇമ്പോസിബിൾ ആണ്. ഇനി ഉണ്ടാകേണ്ടത് പഠനം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കൂടി ഇത് വിളിച്ചു വരുത്തിയിട്ടുള്ള ഒരു കാര്യം പറയാൻ തന്നെയാണ്. അപ്പുറത്ത് പ്രിയപ്പെട്ട ഉമ്മമാരും ഈ ശബ്ദം ശ്രമിക്കുന്നുണ്ട്, പ്രിയപ്പെട്ട വാപ്പമാരും ഈ ശബ്ദം ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ മക്കളെ നിങ്ങൾ ഇന്നിവിടെ കൊണ്ടുവന്നാക്കി ബഹുമാനപ്പെട്ട സയ്യിദവരുടെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് പഠിക്കാനാണ്. പഠിപ്പ് എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇത് ഒന്നാമത്തെ ഇതിന്റെ ഐഡിയോളജിയാണ്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ പൂർണ്ണമായ ഇൽമിനെ സമർപ്പിച്ചാലല്ലാതെ ഇൽമത്തിന്റെ ഒരു അല്പം നിങ്ങൾക്ക് സമർപ്പിച്ചാൽ മാത്രമേ അതിന് ഒരു അല്പം കിട്ടുള്ളൂ. നിന്നെ പൂർണ്ണമായിട്ട് ഇൽമിനെ സമർപ്പിച്ചാലേ ഇൽമ അതിന്റെ ഒരു അല്പം നിങ്ങൾക്ക് തരുള്ളൂ. പിന്നെ മറ്റേത് കാര്യം എങ്ങനെയെങ്കിലും നമുക്ക് ക്യാപ്സ്യൂൾ ആക്കിയിട്ട് എടുക്കാമായിരുന്നു. ഇൽമ എന്നുള്ളത് അത് പടിപടിയായിട്ട് പഠിച്ചേ കിട്ടുള്ളൂ, അത് അധ്വാനിച്ച് പഠിച്ചേ കിട്ടുള്ളൂ. ഇൽമ എന്നത് അത് പടിപടിയായി പഠിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ടാൽ തന്നെ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ആദ്യമായി പറയാനുള്ളത് ഇത് വലിയൊരു പണി തന്നെയാണ്. ഒരു കഴിവ് ആകാശത്ത് ഇങ്ങനെ പോരുന്നുമല്ല. എത്ര വലിയ ആൾക്കാരുണ്ടെങ്കിലും അവർക്കുള്ള കഴിവുകൾ ഇങ്ങനെ ആകാശത്തിന് പോരുന്നുമല്ല, അവർ ഉണ്ടാക്കാനാണ് അവരുടെ ജീവിതത്തിൽ. അപ്പൊ നമുക്കും അങ്ങനെ തന്നെ എന്ത് കഴിവുകളും എത്ര ഉയർന്ന സ്ഥാനത്തേക്ക് നമുക്ക് ഉയരാൻ വേണ്ടി സാധിക്കും. നമ്മുടെ മനസ്സൂക്കണം, നമുക്ക് മനസ്സൂക്കണം. അത് മാത്രമല്ല, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന വാപ്പമാരും ഉമ്മമാരും. നമ്മുടെ പലയിൽ മക്കളുണ്ടാവുമ്പോൾ ചിലപ്പോ അവർക്ക് തച്ചിനെ നിസ്കരിപ്പിക്കേണ്ടി വരുന്നത് അല്ലേ? പക്ഷേ നിങ്ങളെ സമാധാനിക്കേണ്ടത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി പോയാൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ബേജാറില്ല. 5 നേരം കൃത്യമായി നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും, അതേപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ല വിദ്യാർത്ഥികളാകും. അധികം വിദ്യാർത്ഥികൾ കേടാക്കുന്നത് തന്നെ സ്ഥാപനത്തിൽ പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് പോയാലാണ്. വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം മോശപ്പെട്ട കൂട്ടുകെട്ടും അതുപോലെ മറ്റുള്ള കാര്യങ്ങളിൽ നമ്മുടെ മക്കൾ ഏർപ്പെടുമ്പോഴാണ് അവരുടെ ചിന്തകളും മനസ്സും
അത് നിയന്ത്രിക്കേണ്ടതും രക്ഷിതാക്കളാണ്, വാപ്പയും ഉമ്മയുമാണ്. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാകുമ്പോൾ അതിന്റെ ചിട്ടയോടുകൂടി നിസ്കാരങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ലതുപോലെ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സുകൂട്ടണം, എന്റെ മക്കളെ ഞാൻ സ്ഥാപനത്തിലേക്ക് അയപ്പിച്ചു, എന്നെ അവർ പഠിച്ചോളും എന്നുള്ള ചിന്തയില്ല. ഏത് സമയത്തും നമ്മുടെ മക്കളെ കുറിച്ചുള്ള ചിന്ത നമുക്ക് വേണം. എന്റെ മക്കളെ പഠിക്കുന്നുണ്ട്, ഉസ്താദുമാരെയും ബന്ധപ്പെടണം, സ്ഥാപനത്തിലേക്ക് വരണം, ചോദിക്കണം എന്റെ മക്കൾ എങ്ങനെയുണ്ട്, പഠിക്കുന്നുണ്ട, അല്ല പഠിക്കാൻ ഉഷാറുണ്ട, എന്തെങ്കിലും കുറവുണ്ട, എന്തെങ്കിലും ടെൻഷനുണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ഥാപനത്തിന്റെ ഉസ്താദുമാരായി നിങ്ങൾ പങ്കുവെക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സഹകരിക്കുകയും ചെയ്താൽ തീർച്ചയായും നമ്മുടെ മക്കള്, നമ്മുടെ വിദ്യാർത്ഥികൾ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്ര ഉയരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ അത്രത്തോളം ഉയരാൻ അവരെ കൊണ്ട് സാധിക്കും. അതിന് നിങ്ങളുടെ താങ്ങും തണലും ഉണ്ടായാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. തീർച്ചയായും നമ്മുടെ ഉസ്താദുമാര് എല്ലാ നിലക്കുള്ള പിന്തുണയും അതേപോലെ അറിവിന്റെ എല്ലാ ഭാഗങ്ങളും അവർ തുറന്നു കൊടുക്കുകയും അതിന് നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടായാൽ തീർച്ചയായും നമ്മുടെ മക്കൾ നന്നാവും. എല്ലാ നിലക്കും അവർ ഉയരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിദ്യാർത്ഥികളെ ഇന്ന് മുതൽക്ക് തന്നെ നല്ല ഒരു നീയത്ത്, പടച്ചുറപ്പ് ആഫിയത്തും ആരോഗ്യവും തന്നാൽ 8 കൊല്ലം എനിക്ക് പൂർത്തിയാക്കി നല്ല ഒരു വാഫിയായി ഉഖറബിയായ പണ്ഡിതനായി പരിശുദ്ധ ദീനിന്റെ വേണ്ടി പ്രവർത്തിക്കുന്ന പരിശുദ്ധ ദീനിന്റെ ഖാദിമായി ജീവിക്കാൻ എനിക്ക് തൗഫീഖ് നൽകണമെന്നുള്ള നല്ല ഒരു നിയ്യത്തോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്ന് പഠനാരംഭം ആരംഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ബുദ്ധിനാഫിയായ ഇൽമും മതപരമായ ഇൽമും ബുദ്ധിശക്തിയും